ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് മുസ്തഫ നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കാര്യം പറയാനുണ്ടായി. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പോലും വല്ലഭി എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഹ്റാബി നബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, നബിയെ, എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. പ്രവാചകരെ, എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നല്ലേ മാറി നിൽക്കാൻ കഴിയൂ. നബിയെ, ഈ ഒരു സമയം നമുക്ക് അഹ്റാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഈ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഇത് കേട്ട അഹ്റാബിക്ക് സന്തോഷമായി. അടുത്ത ദിവസം അദ്ദേഹം മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ നാളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മോഷ്ടിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നോർത്തപ്പോൾ മോഷണ ശ്രമത്തിൽ നിന്ന് പിന്മാറി ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നബിയോട് ചെയ്ത കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വാലിഹായ മനുഷ്യനായി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗമായി അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Cancel. Coordinator C on the stage. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം മാതൃകയുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പുണ്യപ്രവാചകന്റെ കാരണത്തെ പൂർണ്ണമായും വർണ്ണിക്കാൻ എനിക്ക് എന്റെ കൊച്ചു പ്രസംഗത്തിനോട് സാധിക്കുകയില്ല. എന്നാലും ആ പ്രവാചകന്റെ സഹിഷ്ണുതയുടെ വിശ്വസ്തയുടെ പാഠങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിന്മയെയും അധർമ്മത്തെയും നെഞ്ചിലേക്ക് അസഹിഷ്ണുതയുടെ വിഷവിത്തുകൾ പാകിയ ഒരു സമൂഹത്തിലേക്കായിരുന്നു സഹിഷ്ണുതയുടെ പാഠങ്ങളുമായി ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് കാരുണ്യത്തിന്റെ വചനവുമായിട്ടാണ് കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്തറസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിക്കുന്നത്. കുട്ടികളോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽ പെട്ടവനെയല്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് മുത്തുനബി നമ്മോട് പറഞ്ഞു. അയൽപക്ക ബന്ധത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും പ്രാധാന്യത്തെ ഇത്രയും ശക്തിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. സഹോദരൻ, തൗഹീദിന്റെ അമര ശബ്ദം പാരിലേക്ക് മുഴക്കിയതിൽ സ്വന്തം നാടും വീടും വിട്ടുപോകേണ്ടി വന്നു ആ പ്രവചനം. എന്നിട്ടും തന്നെ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അയച്ചു കൊടുത്തു. വീണ്ടും അന്നവും പാനീയവും നൽകാതെ തന്നെ ബഹിഷ്കരിച്ചു. ഒട്ടകത്തിന്റെ കുടൽമാരെ കഴുത്തിൽ ചാർത്തി എന്നിട്ട് പോലും മാപ്പ് അപേക്ഷിച്ചു. യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ
അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഉച്ചമിത്രങ്ങളായി മാറിയിരുന്നു. ആ പ്രവാചകന്റെ സൈന്യതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വർഗത്തിൽ നേടുന്നത് അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അവിടുന്ന് മാറേടാ അസ്ഹബറൗദിന്നാരേടാ ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ പിടയുന്ന പടകളും ഇടിപൊടി പൊരുതി അടർക്കടം പടർക്കളം അടിപൊടി കയറി അടലാട്ടം മസിവത് ഒരു വിട്ട കുതറി പിടയുന്ന പടകളും ഇടിപൊടി പൊരുതി അടർക്കളം പടർക്കളം അടിപൊടി കയറി അടലാട്ടം മസിവത് ഒരു വിട്ട കുതറി ചാടുന്ന സിവത് പാടെ മറഞ്ഞല്ലോ ചാടി പൂരി ഹംസാരെ മറഞ്ഞല്ലോ അസദുല്ലാഹി റളിയല്ലാഹ് ചാടി അസ്വദ് അവിടുന്ന് മാറേടാ അസ്ഹബറൗദിന്നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ മെഹബൂബരമതി മൊഴികൾ അതതത്താൽപ്പ ഇനാനായിഷ്കിൻ തീരത്ത് അനേനം നബിയുടെ ചാരത്ത് നബിയുടെ നടന്ന മദീനത്ത് ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബരമതി മൊഴികൾ അതരത്താൽ പാടി നായിഷ്കിൻ തീരത്ത് നബിയുടെ നബിയുടെ നടന്ന മദീനത്ത് ലോകത്തിനായെന്നും റഹ്മത്തിനായി മക്കത്തെ മണ്ണിൽ പൂ തിങ്കൾ നിലാവ ആമിന ബീബിക്കും അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു ലോകത്തിനായെന്നും റഹ്മത്തിനായി മക്കത്തെ മണ്ണിൽ പൂ തിങ്കൾ നിലാവ ആമിന ബീബിക്കും അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു ലോകത്തിനായെന്നും റഹ്മത്തിനായി മക്കത്തെ മണ്ണിൽ പൂ തിങ്കൾ നിലാവ ആമിന ബീബിക്കും അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു ഇതുപോലെ ജന്മം ഈ മണ്ണിൽ ഇഷ്കിന്റെ തീർത്തിരുമാനാമം ഒരു നാളിൽ അലയാവിധിയെ ആരാമം ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബരമതി മൊഴികൾ അതരത്താൽ പാടിന ഇഷ്കിൻ തീരത്ത് അനേകം നബിയുടെ ചാരത്ത് നബിയുടെ നടന്ന മദീനത്ത് ദുനിയാവിലായെന്റെ ദിനമെത്ത നീങ്ങെ ദിശ തെറ്റിനാണെന്ന് ദൂരങ്ങൾ താണ്ടി പാവത്തിനായെന്റെ പാദങ്ങൾ മുങ്ങി നേരൊന്നും കാണാതെ നയകങ്ങൾ മങ്ങി ദുനിയാവിലായ
പാദം പേറിന നിത്യം തേടും ആ മണ്ണിൽ ഒരു നാളിൽ അണയാവിധിയേമാനെ ഹൃദയത്തിലെഴുതിയ വരികൾ മെഹബൂബരമതിയും മൊഴികൾ അതരത്താൽ പാടി ഞാൻ ഇഷ്കിൻ തീരത്ത് അണയണം നബിയുടെ ചാരത്ത് ആ നബിയോടെ നടന്ന മദീനത്ത് ഹൃദയത്തിലെഴുതിയ വരികൾ മെഹബൂബരമതിയും മൊഴികൾ അതരത്താൽ പാടിന ഇഷ്കിൻ തീരത്ത് അണയണം നബിയുടെ ചാരത്ത് ആ നബിയോട് നടന്ന മദീനത്ത്. അസ്സലാമു അലൈക്കും. നെഞ്ചിനുള്ളിൽ കൊണ്ട് ഇഷ്ക് തോർത്തൊരമ്പ് പ്രേമതാരമാണ് മുത്ത് താനൂറ് അന്നാ മരുഭൂമിയിൽ പെയ്ത മഴയായിടാൻ കണ്ണിൽ ഹിമപാളിയ നീയ കൊളിരോർമകൾ നെഞ്ചിനുള്ളിൽ കൊണ്ട് ഇഷ്ക് തോർത്തൊരമ്പേ പ്രേമതാരമാണ് മുത്ത് താനൂറ് ആ മക്കത്തെ കുന്നിന്റെ ചോട്ടിലെ ഒറ്റക്ക് നിന്നല്ലേ ആറ്റലെ അതിന്റെ വിളിയാളം കാട്ടിലെ തേകുന്നു നബിയോടെ ചേലിലെ മക്കത്തെ കുന്നിന്റെ ചോട്ടിലെ ഒറ്റക്ക് നിന്നിൽ ആറ്റലെ അതിന്റെ വിളിയാളം കാട്ടിലെ തേകുന്നു നബിയോടെ ചേലിലെ വദനമിലാകി വരും മൊഹബത്ത് കാണിമയേ കിസമത്തെ കലയോളം കാരുണ്യത്തിരയാനവി കടലോളം കൽവുള്ളം കിസത്ത് അജവാനവി നെഞ്ചിനുള്ളിൽ കൊണ്ട് ഇഷ്ക് തോർത്തൊരമ്പേ പ്രേമതായമാണ് മുത്ത് താനൂറ് അസ്സലാമു അലൈക്കും. അലമുൽ ഹുദാനിധി ലംഘും ജമാലി ആദര കണിമരം ത്വഹ റസൂലി ആസ്വരം തരും വരം ഹൈറാം സബീൽ ആലമിൽ അനുഗ്രഹം നൂറെ കമാലി അലമുൽ ഹുദാനിധി ലംഘും ജമാലി നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉലകിൽ കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം ആദര കണിമരം ത്വഹ റസൂലി ആസ്വരം തരും വരം ഹൈറാം സബീലി ആലമിൽ അനുഗ്രഹം നൂറെ കമാലി അൽമുൽ ഹുദാനിധി ലംഘും ജമാലി നബി നബി ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉലകിൽ കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം. അസ്സലാമു അലൈക്കും. അടുത്തതായി മുസ്തഫ പി പ്രസംഗം. പാതിരാവിലും മുസല്ല വീട്ടിറങ്ങിയിട്ടില്ല കാറ്റും കുയിലും തഹ്ലീലോതി പാരിൽ ചുറ്റിന മധുമാസം കാലത്തിന്റെ പാദം കഴുകാൻ പടപ്പിനായി റമളാൻ മാസം
പൂന്തന്നലായി മഹമൂദർ വന്നണയും മനസ്സിൻ്റെ പൂവാടിയിൽ മഹമൂദർ വന്നണയും മുഹബത്തിൻ പൂന്തന്നലായി മഹമൂദർ വന്നണയും വിശ്വാസികൾക്കെന്നും മലരായി വിരിയുന്ന മഹനീയ സുന്ദര സുദിനമാണ്. വിശ്വാസികൾക്കൊന്നും മലരായി വിരിയുന്ന മഹനീയ സുന്ദര സുദിനമാണ്. ആ മനസ്സിൻ്റെ പൂവാടിയിൽ മഹമൂദർ വന്നണയും മുഹബത്തിൻ പൂന്തന്നലായി മഹമൂദർ വന്നണയും. ആദ്യം പാട്ടിക്ക പാട് പാട്ട് പാട് പാടിക്കോ പാടേ. താരകങ്ങൾ മൊഴിയിൽ തേൻ കണങ്ങൾ പറഞ്ഞാൽ തീരുകില്ല ലംഘും ചന്തങ്ങൾ ആദിയോനാദരിത്തെ ത്വാഗറസൂലേ അവരുടെ തമ്പുരാനെ സ്വീകരിക്കണേ. എന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് അവരെല്ലാരും പായസം കൊടുത്തിക്കണേ. അതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നല്ല നല്ല മനസ്സ് കൊടുക്കണേ. അവരെ കച്ചവടത്തിൽ കയറും പേർക്കൊത്തും കൊടുക്കണേ റഹ്മാനെ. ഹലാലായ ഉദ്ദേശങ്ങളെ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. اسمك إنسانا ما بال ربي مال كل القلب ما لام ربي مال كل القلب نميت نفائسا ذنبي مني صلاحي شتانا في الفساد شيطانا وحفي إلى النور ناسا أناسا ظلوا في جواره دوما إناسا وحفي إلى النور ناسا أناسا ظلوا في جواره دوما إناسا قل يظل النفس وسواسا قد قتلوا رحما نقلوا قد قتلوا رحما نقلوا بسم الله القتال في زين الناس كسوبان في درس الدائم بلدان أين السلام أين السلام أين السلام أين السلام نقصان السقوى نشرب من الشقوى نقصان السقوى نشرب من الشقوى نميت نفائسا لذنبي مني صلاحي شتانا في الفساد شيطانا مني صلاحي شتانا